ബ്രിഗേഡിയർ ഷെൻവി നായർ കൂടി ചേരുന്നു. ഷെൻവി നായർ, ഇവിടെ നമ്മുടെ ഭാഗം കൃത്യമാണ്, ക്രിസ്റ്റൽ ക്ലിയർ ആണ്. പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഇത് ഏതെങ്കിലും തരത്തിൽ സിവിലിയൻ മേഖലകളോ പട്ടാള മേഖലകളോ ആക്രമിക്കുന്നില്ല, ഇത് തീവ്രവാദ കേന്ദ്രങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞാൽ അളന്നു കുറിച്ച ക്രിസ്റ്റൽ ക്ലിയർ പ്രിസിഷൻ അറ്റാക്ക് അല്ലേ ശ്രീ ബ്രിഗേഡിയർ? തീർച്ചയായിട്ടും എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. വളരെ സന്തോഷകരമായ ഒരു ന്യൂസാണ് ഇന്ത്യക്കാർക്ക് രാവിലെ നമ്മുടെ സർക്കാരും നമ്മുടെ ട്രൈ സർവീസും കൊടുത്തത്. ഇത് വളരെ കാൽക്കുലേറ്റഡ് മിനിമം റെസ്പോൺസാണ്. എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് മിലിറ്റന്റ് ക്യാമ്പ്, മിലിറ്റന്റ് വിങ്ങിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. ഫോർ എക്സാമ്പിൾ ജയ്ഷെ മുഹമ്മദിന്റെ ഹെഡ്ക്വാർട്ടറായിരുന്ന ബഹാവൽപൂർ, അത് നമ്മുടെ പഞ്ചാബിലെ IB-യിൽ നിന്നൊരു 100 കിലോമീറ്റർ ഏരിയയാണ്. അതുപോലെ തന്നെ ലഷ്കർ തൊയ്ബ LGT ഹെഡ്ക്വാർട്ടർ മുനീർക്കി, അതും ഹെഡ്ക്വാർട്ടർ സാംബ നമ്മുടെ ജമ്മു ആ ഏരിയയിൽ നിന്ന് 30 കിലോമീറ്റർ IB-യിൽ നിന്നും അപ്പുറത്താണ്. അപ്പോൾ 5 സ്ഥലങ്ങൾ ഈ പറഞ്ഞ പോലെ POK-യിലും 4 സ്ഥലങ്ങൾ പഞ്ചാബിലും. അപ്പോൾ ഇൻഡിക്കേഷൻ കറക്റ്റ് ആയിട്ടാണ് പഠിക്കുന്നത്. നമ്മൾ POK ഇൻ കേസ് നമ്മുടെ സ്ഥലമാണ്, ഇവരെ അവിടെ നിന്ന് തുരത്താൻ വേണ്ടി അതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ പാർലമെന്റിന്റെ റെസൊല്യൂഷൻ ഉള്ളതാണ്. അപ്പൊ അവിടെ നമ്മൾ ചെയ്യും. പക്ഷെ അത് മാത്രമല്ല, ഇപ്പൊ നമ്മുടെ സർക്കാർ പറഞ്ഞ പോലെ ഇതിന് പഹൽഗാമിലെ ഭീകരർക്ക് അവരെ നിയന്ത്രിക്കുന്ന ആൾക്കാരെയും കണ്ടുപിടിച്ച് അവർക്ക് ശിക്ഷ കൊടുക്കുമെന്ന് പ്രധാനമന്ത്രി ഇത് ഉറപ്പായി നമുക്ക് ഒരു നോൺ വാർ എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധകാലത്തല്ലാതെ നടക്കുന്ന ബിഗ്ഗസ്റ്റ് ആയ ഏറ്റവും ഡീപ്പസ്റ്റ് ആയ ഒരു നോൺ വാർ മിലിറ്ററി ആക്ഷൻ എന്ന് കൃത്യമായി പറഞ്ഞുകൂടെ ഇതിനെ? തീർച്ചയായിട്ടും. ഇത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് ചെയ്തില്ലെങ്കിൽ നമ്മൾ അഭിമാനമുള്ള ഒരു രാഷ്ട്രമാവില്ലല്ലോ. നമ്മളെ 26 ഇന്നസെന്റ് ടൂറിസ്റ്റിനെ അവരുടെ ഫാമിലികളുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ കൊല്ലാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ സ്കോട്ട് ഫ്രീ എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് അവരുടെ മൗഢ്യമാണ്. അപ്പൊ അതിന് നമ്മൾ അവരുടെ പബ്ലിക് പ്ലേസസ് പോയിട്ടില്ല. ഈ ഭീകരത നിർത്തണം നമ്മൾ എത്ര പ്രാവശ്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഒരു 3-4 കിലോമീറ്റേഴ്സ് പോയുള്ളൂ. അതുപോലെ 19 പുൽവാമയുടെ കഴിഞ്ഞിട്ട് നമ്മൾ ബാലക്കോട്ട് പോയപ്പോഴും നമ്മൾ ക്യാമ്പ് അവിടെ ജസ്റ്റ് അവരൊക്കെ ഒരു നന്ദി സാർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. കൂടുതൽ വിവരങ്ങൾ വരുന്നുണ്ട്. തകർത്ത 9 ഭീകര കേന്ദ്രങ്ങളുടെ പട്ടിക വരുന്നുണ്ട്. അതിലൊന്ന് മർക്കസ് സുബ്ഹാൻ അല്ല എന്ന് പറയുന്ന ബഹാവൽപൂരിലെ ജയ്ഷെ മുഹമ്മദിന്റെ ക്യാമ്പാണത്. പിന്നെ മർക്കസ് തയ്യബ, അത് മുർദിഗയിലുള്ളതാണ്, അത് ലഷ്കറിന്റെ ക്യാമ്പാണ്. സർജൽ തെഹ്റ കലാൻ, അത് ജയ്ഷെ മുഹമ്മദിന്റെ കയ്യിലുള്ളതാണ്. അതുപോലെ മെഹ്നൂന ജോയ സിയാൽകോട്ടിലുള്ളതാണ്, അത് ഒരു ഭീകര ക്യാമ്പാണ്. പിന്നീടുള്ളത് ലഷ്കർ ഇ തയ്യബയുടെയാണ് മർക്കസ് സഹ്ലേം, അത് മർക്കസ് അബ്ബാസ്, അത് കോട്ട്ലിയിൽ ജയ്ഷെ മുഹമ്മദിൻ്റെതാണ്. മർക്കസ് റഹീൽ ഷാഹിദ്, അത് കോട്ട്ലിയിലുള്ളതാണ്. ഷവായി നല്ല ക്യാമ്പ്, അത് മുസഫറാബാദിലുള്ളതാണ്, അതിൽ LETയുടേതാണ്. ഷൈദിന ബിലാൽ ക്യാമ്പ്, അത് ജയ്ഷെ മുഹമ്മദിൻ്റെതാണ്. ഇത് കൂടാതെ ഈ പറയുന്ന ജമാഅത്ത് ഉദ്ധവ പോലെയുള്ള ഈ പറയുന്ന ലഷ്കറിൻ്റെ ഫ്രണ്ടൽ ഓർഗനൈസേഷൻ കൂടെയുണ്ട്. അതിൻ്റെ ക്യാമ്പുകളും ആക്രമിച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഗോകുൽ രവിയിലേക്ക് പോവുകയാണ്. ഗോകുൽ, ഫേസ് 1 ഓഫ് ഓപ്പറേഷൻ സിന്ദൂർ കണ്ടക്ടഡ് മോർ സ്ട്രൈക്സ് ലൈക്ലി എന്ന് പറയുന്നുണ്ട്. ഇന്ത്യ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് ഇതിൽ കൂടുതൽ ആക്രമണങ്ങൾക്ക് ഞങ്ങളുടെ പക്കൽ പദ്ധതിയില്ല ഒഫീഷ്യലി അവർ അറിയിച്ചിട്ടുണ്ട്. നമ്മൾ അതാണ് മുഖവിലേക്ക് എടുക്കുന്നത്. മാത്രം ലക്ഷ്യമിട്ടുള്ള നീക്കമായതുകൊണ്ട് പ്രതിരോധ കേന്ദ്രങ്ങൾ പറയുന്നത് ഫേസ് 1 ഓഫ് ഓപ്പറേഷൻ സിന്ദൂർ കണ്ടക്ടഡ് മോർ സ്ട്രൈക്സ് ലൈക്ലി എന്നുള്ളതാണ്. അതിനർത്ഥം ഇവിടെ പഹൽഗാം തീവ്രവാദി ആക്രമണത്തിന് ഞങ്ങൾ പകരം ചോദിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഇതുകൊണ്ട് അടങ്ങാമെങ്കിൽ അടങ്ങാം. അതല്ല, ഇപ്പോൾ അതിർത്തി മേഖലയിൽ നടത്തുന്ന അതിരുവിട്ട അതിക്രിയകൾ പോലെയുള്ള നിരപരാധികളുടെ ജീവനുള്ള പരിപാടികളുമായി വന്നാൽ ഞങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിന്റെ തുടർച്ച ഉണ്ടാകും, അത് നിങ്ങൾ താങ്ങില്ല എന്ന കൃത്യമായ മുന്നറിയിപ്പാണ്.